അപ്പോൾ നമുക്ക് മുൻവശത്ത് നിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങാം. നമുക്ക് വണ്ടിയുടെ ഫോഗ് ലാമ്പ് പരിചയപ്പെടാം. ഈ ഫോഗ് ലാമ്പ് വരുന്നത് LED ഫോഗ് ലാമ്പാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് LED ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കാണുന്ന നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇത് C ടൈപ്പ് LED ആണ് വരുന്നത്. അതുപോലെ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മഹീന്ദ്ര പറയുന്ന 6 സ്പോക്ക് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പുതിയതായിട്ടുള്ള ന്യൂ സ്റ്റൈലിഷ് ബമ്പർ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബോണറ്റിൻ്റെ ഒരു ഇത് വരുന്നുണ്ടോ, ഈ ബോണറ്റ് ലോക്ക്. ഇത് നമുക്ക് ഇവിടെ നിന്ന് തുറന്നാലും ബോണറ്റ് തുറക്കാൻ പറ്റില്ല. നമുക്ക് അകത്ത് പോയിട്ടൊരു ലോക്ക് ഉണ്ട്, അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ ബോണറ്റ് തുറക്കാൻ പറ്റുള്ളൂ. ഈ കളറിൻ്റെ പേര് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നാണ് കളറിൻ്റെ പേര് വരുന്നത്. പിന്നെ നമുക്ക് അത് കുറച്ച് കൂടെ വീതി കൂടിയൊരു വീൽ ആർച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയതായിട്ട് വന്ന ഡയമണ്ട് കട്ട് അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. 18 ഇഞ്ചിൻ്റെ അലോയ്സാണ് ഈ MX-5 വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് താർ റോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ എല്ലാ വേരിയൻറ്റിലും കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ആയിട്ട് താർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓവർവ്യൂം ഇത് നമുക്ക് ഇലക്ട്രിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് പിന്നെ കാണിച്ചു തരാം. അകത്ത് വരുന്ന ലൈറ്റ് എല്ലാം ഹാലജനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് റിയർ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താർ റോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും സ്പെയർ വീലിൻ്റെ ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പെയർ വീൽ വരുന്നത് സ്റ്റീലായിട്ടുള്ള വീലാണ്, അലോയ് വീലല്ല, സ്റ്റീലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മോഡലിൽ നമുക്ക് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ ഇവിടെയാണ് വരുന്നത്. ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് താറ് 3 ഡോറിൽ ഉള്ളൊരു പ്രശ്നമായിരുന്നു. ബൂട്ട് സ്പേസ് തീരെ കുറവാണെന്ന് കൊണ്ടുള്ള ഒരു കംപ്ലയിൻറ്റ്സ് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് താർ റോക്സ് വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് തരുന്നൊരു വെഹിക്കിൾ കൂടിയാണ് താർ റോക്സ്. 644 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് എത്ര ലഗേജ് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ടൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് മൊബൈൽ വയ്ക്കാനുള്ളൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ടാണ് സ്പീക്കറൊക്കെ വരുന്നത്. മുകളിലായിട്ടാണ്, റൂഫിലാണ് വരുന്നത്. നമുക്ക് സീറ്റ് വന്നിട്ട് 60-40 സ്പ്ലിറ്റഡ് സീറ്റാണ് വരുന്നത് രണ്ടും. പിന്നെ നമുക്ക് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയുള്ള ക്യാപ്പ് വരുന്നത് നമുക്ക് അകത്തുനിന്ന് തന്നെ ഇലക്ട്രിക്കായിട്ട് വർക്ക് ചെയ്യും. കീ കൊടുക്കേണ്ട ആവശ്യമില്ല പമ്പിൽ പോകുന്ന സമയത്ത്. അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ഡോറായിട്ട് നോക്കുമ്പോൾ അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് മെറ്റൽ ടോപ്പാണ് കേട്ടോ. ഇത് മെറ്റൽ ടോപ്പാണ്. 3 ഡോറിൽ നമുക്ക് ഫൈബറാണ് വരുന്നത്. ഇതിൽ മെറ്റൽ ടോപ്പാണ് വരുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് റിയർ ഈ ഭാഗത്തായിട്ടാണ്. ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് താർന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ പവർ വിൻഡോയുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഫൈബർ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ സീറ്റ് വന്നിട്ട് നമുക്ക് ലെതർറ്റിക് സീറ്റാണ് വരുന്നത്. വൈറ്റാണ് വരുന്നത്. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയാണ് വൈറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലക്ഷറി വണ്ടികളിലെല്ലാം വൈറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു ഗ്രാബ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വന്നിട്ട് വെൻറ്റിലേറ്റ് സീറ്റ് കൊടുത്തിട്ടില്ല. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് വെൻറ്റിലേറ്റ് സീറ്റ് വരുന്നത്. സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 10.2 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD സിസ്റ്റമാണ് വരുന്നത്. ഓട്ടോ ഡിമ്മിങ് IRVM കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവൽ ഗിയർ ബോക്സാണ് വരുന്നത്. 2200 cc ഡീസൽ എഞ്ചിനാണ്. അതേപോലെ നമുക്ക് AC വന്നിട്ട് സാധാരണ നോർമലാണ് വരുന്നത്, ഓട്ടോ AC അല്ല. പിന്നെ പവർ മോഡ് വരുന്നുണ്ട്. ഇവിടെ ഡ്രൈവ് മോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുൻവശത്ത് ഡോറ് തുറക്കുമ്പോൾ തന്നെ 4 ഡോറ് പവർ വിൻഡോൻ്റെ സ്വിച്ചസും ഓട്ടോ ഡൗണ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ടച്ചിൽ തന്നെ ഈ വിൻഡോ താഴ്ന്നതാണ്. കാണിച്ചു തരാം. കണ്ടോ, സിംഗിൾ ടച്ചിൽ തന്നെ താഴ്ന്നതാണ്. അപ്പ് ചെയ്യുന്ന സമയത്തും സിംഗിൾ ടച്ച് മതി.
ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മുകളിലേക്കും പോകും. അതേപോലെ ഇവിടെ ബാക്കിൽ ഡോർ ലോക്ക് റിയർ സീറ്റ് വന്നിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണിത്. മാനുവലായിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, മാനുവലാണ്. ഇവിടെ ഒരു പുഷ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ ക്യാപ്പ് തുറക്കാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ABS ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ എല്ലാ വേരിയൻറ്റിലും പുഷ് ബട്ടൺ സ്റ്റാർട്ടും 6 എയർ ബാഗും വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറുന്ന മുമ്പ് റിയറിന്ന് AC ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്ക് അതുണ്ടോ, ഇവിടെ സ്പേസ് നല്ലൊരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സുഖമായിട്ട് യാത്ര ചെയ്യാം. നല്ല കുഷ്യനുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. റിയർ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ സീറ്റ് ടൈപ്പ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് മാഗസിന് അതിനൊക്കെ വെക്കാനുള്ള സ്പേസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് താർ റോക്സിൻ്റെ ഉൾവശം വരുന്നത്. സൺറൂഫ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സീറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇടട്ടെ. വളരെ സ്മൂത്തായിട്ടുള്ളൊരു എൻജിനാണ് താർ റോക്സിൽ വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് 4 ലക്ഷം കിലോമീറ്റർ റണ്ണിങ് ചെയ്തതിന് ശേഷമാണ് ഈ വെഹിക്കിൾ നമ്മൾ ലോഞ്ച് ചെയ്തത്. ഏകദേശം 3 വർഷമായിട്ട് ഈ വണ്ടി നമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം. ടെസ്റ്റിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുള്ള കാര്യമാണ്. അതിനുള്ളിൽ വരുന്ന കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നൊരു വാഹനം കൂടിയാണ് താർ റോക്സ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ച്, അതേപോലെ ഈ ഒരു സെറ്റിങ്സിൻ്റെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെറ്റിങ്സ് ചേഞ്ച് ആവും. കണ്ടോ, ചേഞ്ച് ആവും. അതേപോലെ നമുക്ക് ഇവിടെ ക്രൂസ് ഉണ്ട്. ക്രൂസിൻ്റെ റിസ്യൂം ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അതേപോലെ SRS ഉണ്ട്, റേഡിയോ സെറ്റിങ്സ് എല്ലാം ഇതിലിവിടെ ചേഞ്ച് ചെയ്യണം. കണ്ടോ, ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇത് വോളിയം അപ്പ് ഡൗണിൻ്റെ സ്വിച്ചാണ്. കോൾ എടുക്കാനുള്ളത് ബ്ലൂടൂത്ത് വഴി കോൾ എടുക്കാനുള്ള, കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഹോണ് വന്നിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലൈറ്റ് ഇല്ല. പിന്നെ ഇവിടെ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സിംഗിൾ പാൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. പാനോറാമിക് സൺറൂഫ് കൊടുക്കുന്നത് നമ്മുടെ ടോപ്പ് എൻഡിലാണ്. ഇത് AC-യുടെ സ്വിച്ചസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈവിൻ്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എയർ ബാഗ് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡ്രൈവർ സൈഡിലുള്ള എയർ ബാഗ് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വരും. ഇപ്പോൾ ഓണിലാണ് കിടക്കുന്നത്. കീ വരുന്നത് നമുക്ക് സെൻട്രൽ ലോക്കുള്ള കീ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഇവിടെ വെച്ചാൽ മതി, ഈ ഭാഗത്ത് വെച്ചാൽ മതി. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹോം ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫോണ്, മീഡിയോ, ആൻഡ്രോയിഡ് ഓട്ടോ, സെറ്റിങ്സ്, ASD എന്നുള്ള, അതേപോലെ റിവേഴ്സ് സെൻസറിൻ്റെ, ഫ്യൂവൽ ഇൻഫർമേഷൻ, റേഡിയോ, സൗണ്ട് സിസ്റ്റത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്, ഓണേഴ്സ് മാനുവൽ. ഇത്രയും ഫീച്ചേഴ്സിൻ്റെ ഇതാണ് സെറ്റിങ്സിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഫേസ് കാര്യങ്ങളൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ലേഡീസൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫേസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലോ ബോക്സ്, നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ താർ റോക്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ് ലാമ്പ് എല്ലാം ഇതിൽ വർക്കിംഗ് ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എൻ്റെ ചാനൽ മറക്കാതെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഓക്കെ, താങ്ക് യു.